സോ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ നമ്മളിത് ചെയ്യാൻ പോണ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒപ്പോ ഫൈൻഡെക്സ് 9 പ്രോയ്ക്ക് കുറേ പേര് ബെസ്റ്റ് ഫോൺ ഓഫ് ദ ഇയർ അവാർഡ് കൊടുത്തിട്ടുണ്ട്. സോ അത് എന്ത് കാരണവശാലാണ് ഈ ഒരു അവാർഡ് കൊടുത്തത്, അതിൻ്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ നോക്കി അത് ശരിക്കും അതിന് അനുയോജ്യമായ ഫോണാണെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോ നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് എടുക്കാം. സോ ഇതിനെന്താണ് ഇങ്ങനെ കൊടുക്കാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പെർഫോമൻസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ അവിടെ മീഡിയ ടെക്കിൻ്റെ ഡൈമെൻസിറ്റി 9500 എന്ന് പറഞ്ഞ പ്രൊസസ്സറാണ് വന്നിരിക്കുന്നത്. സോ അത്യാവശ്യം നമുക്ക് നന്നായിട്ട് ഗെയിം കളിക്കാൻ പറ്റുന്ന പ്രൊസസ്സറാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ GPU നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ കിട്ടാവുന്ന ബെസ്റ്റ് GPU ആണ്. ബെസ്റ്റ് മൊബൈൽ ഫോണിലെ GPU ARM G1 Ultra എന്ന് പറഞ്ഞൊരു GPU ആണ് വന്നിരിക്കുന്നത്. അതിന് ഐഫോണിൻ്റെ A19 പ്രോനെയും സ്നാപ്ഡ്രാഗൻ്റെ അഡ്രിനോ 840നെയും അതിനേക്കാളും കൂടിയ സ്കോർസാണ് ആ GPUയിൽ വരുന്നത്. സോ പെർഫോമൻസിൽ ഒരു വിട്ടുവീഴ്ചയും വരുന്നില്ല. അത്യാവശ്യം നല്ല പ്രൊസസ്സറാണ് അവിടെയും കൊടുത്തിരിക്കുന്നത്. പിന്നെ LPDDR5X RAM UFS 4.1 സ്റ്റോറേജ് ആണ് ഇതിൽ വരുന്നത്. സോ നിങ്ങൾക്ക് 120 FPS BGMIയും മറ്റ് ഗെയിംസൊക്കെ കളിക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുകയാണെങ്കിൽ 50 മെഗാപിക്സലിൻ്റെ ഒരു മെയിൻ സെൻസറും 200 മെഗാപിക്സലിൽ ഒരു ടെലിഫോട്ടോ സെൻസറും അതുപോലെ തന്നെ 50 മെഗാപിക്സലിൽ ഒരു അൾട്രാവൈഡ് സെൻസറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ എന്തുകൊണ്ടാണ് ഇത് ബെസ്റ്റ് ക്യാമറ എന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ബെസ്റ്റ് ക്യാമറ എന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. ബെസ്റ്റ് ക്യാമറ ആയിട്ട് നമ്മുടെ Vivo X300 Pro അവിടെ ഉണ്ട്. പക്ഷേ അതിലില്ലാത്ത കുറേ ഫീച്ചേഴ്സ് ഇവിടെയും വരുന്നുണ്ട്. സോ ആ ഒരു ഫീച്ചർ എന്താണെന്ന് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. സോ ഫ്രണ്ടിൽ വന്നിരിക്കുന്നത് 13 മെഗാപിക്സലിൻ്റെ ക്യാമറയാണ്. 8K 30 FPS നിങ്ങൾക്ക് വീഡിയോസ് അതിൽ ഷൂട്ട് ചെയ്യാവുന്നതാണ്. 4K 120 FPS നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാം. സോ ക്യാമറയിലും അത്യാവശ്യം കുഴപ്പമില്ല. ഹാസ്റ്റൽ ബ്ലാഡിൻ്റെ കളർ സൈൻസ് ഒക്കെയാണ് അതിൽ വരുന്നത്. സോ ക്യാമറ അത്യാവശ്യം നൈസായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. പോർട്രേറ്റ്സിനും ഫോട്ടോസിനും വീഡിയോക്കൊക്കെ ഒപ്പോടെ അത്യാവശ്യം നൈസ് തന്നെയാണ്. വിവോയുടെയും നൈസ് തന്നെയാണ്. ബാറ്ററി നോക്കുകയാണെങ്കിൽ ഒപ്പോ ഫൈൻഡെക്സ് 9 പ്രോയിൽ കൊടുത്തിരിക്കുന്നത് 7500 mAh ഒരു ബെസ്റ്റ് ആ ഒരു പ്രൈസിൽ കിട്ടാവുന്ന വെച്ചാൽ ഏറ്റവും വലിയ ബാറ്ററി സൈസ് ആയിരിക്കും 7500 mAh. 12 hours ഓഫ് സ്ക്രീൻ ഓൺ ടൈം കൊടുത്തിട്ടുണ്ട്. സോ കുറേ യൂട്യൂബേഴ്സ് പറയുന്നതനുസരിച്ച് ഏറ്റവും കൂടുതൽ ബാറ്ററി ലൈഫ് അവർക്ക് കൊടുത്തിരിക്കുന്ന ഫോണാണ് നമ്മുടെ ഒപ്പോ ഫൈൻഡെക്സ് 9 പ്രോ എന്ന് പറയുന്നത്. 12 hours ഓഫ് സ്ക്രീൻ ഓൺ ടൈം അതിൽ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ 90 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. 50 വാട്ടിൻ്റെ എയർ ബുക്ക് ചാർജിങ് വരുന്നുണ്ട്. പിന്നെ 22.5 വാട്ടിൻ്റെ റിവേഴ്സ് വൈഡ് ചാർജിങ് വരുന്നുണ്ട്. സോ ബാറ്ററിയിൽ ഇവർ യാതൊരു പോരായ്മയും വരുത്തിയിട്ടില്ല. അവിടെ അവർ അത്യാവശ്യം നൈസായിട്ട് തന്നെ ബാറ്ററി കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. ഒരു ഒപ്പോ ഫൈൻഡെക്സ് 9 പ്രോയ്ക്ക് ബെസ്റ്റ് ഫോൺ ഓഫ് ദി ഇയർ കൊടുക്കാനുള്ള കാരണമാണ് അതിൻ്റെ OS. വിവോയുടെ OS നോക്കുകയാണെങ്കിൽ അവിടെ ഒറിജിനൽ OS 6 ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഒപ്പോയുടെ OS നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കളർ OS 16 ആണ്. സോ ഒറിജിനൽ OS 6 എന്താണ് മോശമായിട്ട് ഞാൻ പറയുന്നില്ല. ബട്ട് ഒറിജിനൽ OSനേക്കാളും എത്രയോ ബെറ്ററാണ് നമ്മുടെ കളർ OS 16. ഒറിജിനൽ OSൽ ഇല്ലാത്ത കുറേ ഫീച്ചേഴ്സ് നമ്മുടെ കളർ OS 16 അതുപോലെ തന്നെ നമ്മുടെ കളർ OS അത്യാവശ്യം സ്മൂത്തും ആണ്. അതുകൂടാതെ കുറേ AI ഫീച്ചേഴ്സും അതിൽ വരുന്നുണ്ട്. അതുകൊണ്ടാണ് എല്ലാവരും ഇതിന് ബെസ്റ്റ് ഫോൺ ഓഫ് ദി ഇയർ കൊടുക്കാനുള്ള ഒരു കാരണം. സോ നിങ്ങൾ ഏത് ഫോൺ എടുക്കുക എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ അവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.